മുളക് സാത്തുക്കുടി. ഓടിക്കേ. അത് പിന്നെ ആർക്കായിരിക്കും? എനിക്കാ. കണ്ട പിന്നെ ജ്യൂസേ കുടിച്ചു. ഇങ്ങോട്ടാ ഞാൻ കുടിക്കാം. അല്ല അത് വേണ്ട, ഞാൻ പറയുന്നേക്ക്. വേണ്ട, എനിക്ക് തന്നെ വേണം. ഞാനാ ജ്യൂസ് ഓർഡർ ചെയ്തത്. അതെ 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 അതെ, സൂസു കുഞ്ഞ് തന്നെ ഈ ജ്യൂസ് കുടിക്കണം, അതുകൊണ്ടാ. പിന്നെ ഒന്ന് പോടാ, വന്നു കയറിയ നാത്തൂനേക്കാളും വീട്ടുള്ള നാത്തൂനെ. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പിടിക്കല ചേച്ചി, ഞാൻ പറയുന്നേക്ക് അതിക്രമം കാണിക്കരുത് ചേച്ചി. സൂസു കുടിക്കുന്നതാണ് നല്ലതാ ജ്യൂസ് ചേച്ചി, കുറച്ചെങ്കിലും. അത് പിന്നെ മൊത്തം കുടിച്ചു, ഞാൻ എന്ത് ചെയ്യാം ചേച്ചി? ജ്യൂസ് കണ്ടുപിടിച്ചതിന് സമ്മതിച്ചേ പറ്റൂ. ആനന്ദലഹരി ആനന്ദലഹരി എന്നൊക്കെ പറയുന്ന ഇതാടാ. എന്ത് തണുപ്പങ്ങ് താഴോട്ട് ഇറങ്ങി പോകുന്ന പോലെ. മതി കേട്ടാ, മൊത്തം കുടിച്ചല്ലേ. ഞാൻ ഈ വീട്ടിൽ ഗ്രഹനാഥയായുള്ളപ്പോ വലിഞ്ഞു കയറി വന്നൊരു നാത്തൂൻ ഈ വീട്ടിൽ ഷൈൻ ചെയ്യത്തില്ല. സതി അത് സമ്മതിക്കത്തുമില്ല. ആഹാ, വെളിയില് നിൽക്കും. ഓ എന്റെ അമ്മേ, എന്തൊരു ഉഷ്ണമല്ലേടാ. എന്ത്? ഓ, ഒരു ഉഷ്ണം പോലെ തോന്നുന്നില്ലേടാ ഒളിക്ക്? ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നല്ലേ. അപ്പൊ അത് വർക്ക് ചെയ്തു തുടങ്ങി. ഒരു വെപ്പാളം പോലെ ആ ഫാൻ എന്നിട്ടേ നീ. ഓ വല്ലാത്തൊരു പോച്ചിലല്ലോടാ. എന്തോടാ ഈശ്വര, എന്തൊരു പോച്ചിലാണോ? പോച്ചിലുണ്ടല്ലേ. അതെ ചേച്ചി, ടെൻഷൻ ഒന്നും അടിക്കണ്ടേട്ടാ, തോന്നലാണ്, വെറും തോന്നല്. പോലെ ഒന്ന് കൂട്ടറാ. അല്ല ഇനി ഫാൻ അഴിഞ്ഞ് തറ വീഴും. വയറ് കത്തുന്ന പോലെ. എന്താടാ എന്ത് തല കറങ്ങുന്ന അതിന്റെ എനിക്ക് എന്തോ പോലെടാ. അയ്യോ എന്റെ അമ്മ ആരോ എന്നെ കണ്ണു വിട്ടതാണ്. ആരോ കണ്ണു കൊതിക്കൊതുന്നാണ് നല്ലത്. കുടി. അയ്യോ കിടക്കണം ഒരു പരവേശം പോലെ. കാലാവസ്ഥയിൽ ആര് ജ്യൂസ് കുടിച്ചാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ഓർഡർ ജ്യൂസ് കുടിച്ചതല്ലേ, ഇങ്ങനെ വേണം. അയ്യോടാ, മുളക്. അയ്യോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചേച്ചി. ഞാൻ കണ്ടുപിടിച്ചു. ഇത് കണ്ടോ, ഇത് കണ്ടോ, ജ്യൂസിന് മിക്സിൽ ഓടിക്ക് മുളക് ചേർത്ത്. സത്യമാണോ? കേട്ടിട്ടേ ഉള്ളൂ ദ്രോഹി. ചേച്ചിയുടെ ശത്രുവിനെ തകർക്കാനാണ് ഞാൻ കരുനീക്കങ്ങൾ നടത്തിയത്. ചാടിക്കയറി ജ്യൂസ് എടുത്ത് കുടിച്ചിട്ട് തല്ല് മുഴുവൻ എനിക്കല്ലേ. ഞാൻ എന്നിട്ട് ക്രൂരാണ് ചേച്ചി, ക്രൂരാണ് ക്രൂരാണ് ക്രൂരം. ചൗതലങ്ങനെ തറഞ്ഞുണ്ടല്ലേ ഹൃദയപ്പെട്ടി മരിക്കും, അറിയോ? നീ എന്താടാ എനിക്കൊരു സിഗ്നൽ തരാത്തെ? സിഗ്നല് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചില്ലേ? കാണിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച നീ പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ പറയായിരിക്കും. പെട്ടെന്ന് എടുത്ത് കുടിക്കാനാണെങ്കിൽ ഇങ്ങനല്ലേ കാണിക്കുന്ന. എന്നാലും ഈ ജ്യൂസ് അവള് തന്നെ കുടിക്കേണ്ടതായിരുന്നടാ. ചേച്ചി വിഷമിക്കാതിരിക്കണം. ഈ ഓടിക്ക് എവിടെ ഇരിക്കല്ലേ, വാശി ഉണ്ടെങ്കിൽ കുരുക്കള ഉണ്ടല്ലേ, അല്ല കരിക്കള ഉണ്ടല്ലേ, നമ്മുടെ മുമ്പിൽ കൊണ്ടിട്ട് തരും. നോക്കോ, ഓടിക്കണ്ടല്ലോ, വിടത്തില്ല വിടത്തില്ലേ. എന്താ ഇത്? പണ്ട് മുതലേ ഉള്ളൊരു ശീലമായി പോയി. തേങ്ങ ചിരി വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുക എന്നുള്ളത്. ഞാൻ കയ്യിലടിച്ച് തമാശക്കാണേ, വേദനിച്ചില്ലല്ലോ. എടി, സ്നേഹപൂർവ്വം അടി തരിക, സ്നേഹപൂർവ്വം വഴക്ക് പറയുക, സ്നേഹപൂർവ്വം ശാസിക്കുക, ഇതൊക്കെ സ്നേഹം കൂട്ടുകയല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാ സുഗുണേട്ടൊന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ ജീവിതത്തിൽ ഇതേവരെ പിണങ്ങിയിട്ടേ ഇല്ല അല്ലേ? കല്യാണം കഴിഞ്ഞു 1 വർഷം അവരുടെ വീട്ടിൽ. ശരിയാണ് ചാരത്, നമ്മൾ പിണങ്ങിയിട്ടേ ഇല്ല. ഇവിടെ നരേട്ടൻ നാത്തൂനെ ദിവസം 2 പ്രാവശ്യമെങ്കിലും പിണങ്ങും. സതി ചേച്ചിയും ഭർത്താവും വഴക്കൂടും. ഓടിക്കും ഭാര്യയും വെറുതെ എങ്കിലും വഴക്കാഭിനയിക്കും. പക്ഷെ നമ്മള് വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ല അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് കാര്യമുണ്ടല്ലോ ഈ ഐക്യമാണ്, ഈ ഒരു മനപ്പൊരുത്തമാണ്. നോക്കിക്കോ, ഇനി ഒരുപാട് നേട്ടങ്ങൾ ജീവിതം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ബിൽ പത്രം എഴുതി. ബില്ലല്ല സുഗുണേട്ടാ, ബിൽ പത്രം. ആണ് അതെഴുതുന്ന വക്കീലിന് കാശ് കൊടുക്കണമല്ലോ. ആ കാശിന് വക്കീല് ബില്ല് തരുമല്ലോ, അപ്പൊ ബിൽ പത്രം. പോട്ടെ,
ആ പത്രത്തിൽ ഞാൻ എഴുതി വെക്കും. എന്താണെന്നറിയാവോ? എന്താ? മരിക്കുമ്പോ നമ്മൾ അടുത്തടുത്തായിട്ട് വേണം സംസ്കരിക്കാനെന്ന്. അശ്ശോ, എന്താ സൂണേട്ടാ ഇത്? ഞാൻ ഒരിക്കലും മരിക്കില്ല. സൂണേട്ടനെ മരിക്കാൻ വിടൂല്ല. ലോകത്തിലെല്ലാവരും മരിച്ചാലും നമുക്ക് ജീവിക്കണം. അയ്യോ, അപ്പൊ പേടിയാവൂലേ ശാരദേ? നമ്മൾ മാത്രം ലോകത്ത് ഒറ്റയ്ക്ക്. അതുമല്ല, അളിയനൊന്നുമില്ല. പിന്നെ നമ്മൾ എവിടെ പോയി താമസിക്കും? ലോകത്ത് കുറച്ചു പേരെങ്കിലും വേണം. ശാരദേ, എന്താ സൂണേട്ടാ? ഞാൻ ഒരു എഞ്ചിനീയറെ കാണാൻ പോവുക. എന്താ ഏട്ടാ? ഒരു പ്ലാൻ വരപ്പിക്കണം. എന്ത്? എനിക്കും ഒരു താജ്മഹൽ കിട്ടണം. എന്നോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഇന്ന് തന്നെ എഞ്ചിനീയറെ കാണണം. എന്തായാലും സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ചാവുമെന്ന് അന്വേഷിക്കണം. കരയതെ, കണ്ണു തുടയ്ക്ക്. അശ്രു ഒഴിക്കാതെ. ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെയാണല്ലോ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത്. താജ്മഹൽ കെട്ടുമ്പോഴേ മാർബിള് വേണ്ട, പുതിയ ഫാഷനെ ടൈൽസ് ഇട്ടാ മതി. അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ബസ്സും കാറും ഒക്കെ പാർക്ക് ചെയ്യാൻ വലിയൊരു ഗ്രൗണ്ടും ഉണ്ടാവും. അതെന്തിന്? ഭാവിയിൽ ഒരുപാട് സന്ദർശകർ വരും ഈ താജ്മഹൽ കാണാൻ. ടൂറിസ്റ്റുകളെ, സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷൻ വരുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം. ഞാനിതാ വരുന്നു. കണ്ണു തുറച്ചിട്ട് പോകും. ആ സമയത്ത് ഞാൻ മനസ്സിലിട്ടൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ഒരു 10,000 സ്ക്വയർ ഫീറ്റെങ്കിലും വേണം. നീ ചെല്ലു. ഇനി കണ്ണീര് വരുമോ? ഡൈനിങ് കം ഡ്രോയിങ്, അറ്റാച്ച്ഡ് ബാത്റൂം, വർക്ക് ഏരിയ. എങ്ങനെയാലും ഒരു 10,000 സ്ക്വയർ ഫീറ്റെങ്കിലും വേണ്ടി വരും. സ്നേഹത്തിന്റെ പ്രതീകം. കൊള്ളാം. മുഴുവനും വായിച്ചു. ദേ, വീക്കിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുള്ള കാര്യം ചേച്ചിമാരറിയില്ലേ? ഇല്ല. എന്താ ശാരദേ? ഇല്ല, ഒന്നുമില്ല. കാര്യം പറ. താജ്മഹൽ കെട്ടാൻ പോണെന്ന്. എന്താ? സുഗുണേട്ടനെ എനിക്ക് വേണ്ടി താജ്മഹൽ കെട്ടുന്നെന്ന്. എന്താ? താജ്മഹലെ സ്നേഹത്തിന്റെ പ്രതീകം ഷാജഹാൻ ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കെട്ടിയില്ലേ? സുഗുണേട്ടനും കെട്ടാൻ പോണെന്ന്. എഞ്ചിനീയറെ ഉടനെ കാണുന്നു. എന്താ ശകുന്തളെ? ഒന്നുമില്ല. എനിക്കറിയാം, താജ്മഹൽ കെട്ടാൻ ഇപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് എവിടുന്നാ കാശ്? അതോർത്തല്ലേ ചിരിച്ചത്? അത് തന്നെ ശാരദേ. ഇപ്പോഴേ മണലിലൊക്കെ ലോഡിന് 20,000 രൂപയാണെന്നാ കേട്ടെ. എത്ര ലോഡ് മണല് വേണം? അവിടെ ആ ശകുന്തളയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. സുഗുണേട്ടനെ കെട്ടാൻ പോണതേ സ്നേഹത്തിന്റെ താജ്മഹലാ. കാശ് വേണ്ട, ഉള്ളിൽ സ്നേഹം മാത്രം മതി. സ്നേഹം കൊണ്ടുള്ള മണല്, സ്നേഹം കൊണ്ടുള്ള ഇഷ്ടിക, സിമന്റ്, ചായം, ടൈൽസ്. ശകുന്തളയ്ക്ക് അറിയാവോ, ഞാനും സുഗുണേട്ടനെ ജീവിതത്തിൽ ഇതുവരെ പിണങ്ങിയിട്ടില്ല. ഇതുവരെ പിണങ്ങിയിട്ടില്ല? ഇല്ല. കഷ്ടം. അപ്പോ നിങ്ങൾ ജീവിതത്തിന്റെ സുഖവും രസവും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ? ഞാനും ഓടിക്കച്ചേട്ടനുമേ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വഴക്കിടും. എന്തിന്? സ്നേഹം കൂടെ. ഇടയ്ക്കൊരു വഴക്കുണ്ടെങ്കിലേ സ്നേഹത്തിന്റെ സുഖം കൂടൂ. കുറച്ചൊരു പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള രുചി, അതെ എന്നും പൂർണ്ണ സുഭിക്ഷിതയിൽ ജീവിക്കുമ്പോ കിട്ടുവോ? ഇടയ്ക്കൊരു പിണക്കവേ ജീവിത സുഖത്തിന് ആവശ്യമാചാരതേ. താജ്മഹല് ഡബിൾ സ്റ്റോറേഡ് ആക്കിയാൽ ബാക്കിൽ കൂടെ ഒരു സ്റ്റെയർ കേസ് ഇട്ട് വാടകയ്ക്ക് കൊടുക്കാം. സ്നേഹത്തിന്റെ പ്രതീകമാണ്, വാടകയ്ക്കൊന്നും കൊടുക്കണ്ട. ഈ ശാരദ, എനിക്ക് ഒരു സംശയം. ഈ താജ് മഹലാണോ താജ് മഹലാണോ ശരിയായ ഉച്ചാരണം? എന്ത് ശാരദേ, നിനക്കൊരു ചിന്തനം? നീ സ്ക്വയർ ഫീറ്റിന്റെ കണക്കൂട്ടുകയാണോ? അല്ല, ശകുന്തള പറയാ ഭാര്യയും ഭർത്താവുമ്പോ ഇടയ്ക്ക് പിണങ്ങണോന്ന്. അല്ല, പിണങ്ങിയതിന് ശേഷമുള്ള ഇണക്കത്തിനൊരു സുഖം ഉണ്ടെന്ന്. അല്ല, അതിനൊരു കാര്യമുണ്ട്. എന്തോന്ന് കാര്യം?
അല്ല, കുറേ നേരം കറണ്ട് പോയി കഴിഞ്ഞിട്ടേ കറണ്ട് വരുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം എപ്പോഴും ലേറ്റ് എടുക്കുമ്പോ കിട്ടൂല. ഒരേ നിരപ്പിൽ നടക്കുന്നതിനേക്കാൾ രസമല്ലേ ഇടയ്ക്കൊരു കയറ്റം പ്രയാസപ്പെട്ട് കേറിയിട്ടേ ഇറക്കിറങ്ങുമ്പോഴുള്ള സുഖം. കുറേ വെയിൽ വന്നിട്ടേ ഒരു മഴ കിട്ടുമ്പോഴുള്ള രസം. അങ്ങനെ ഇടയ്ക്കൊരു പിണക്കം കഴിഞ്ഞിട്ട് ഒരു ഇണക്കം അല്ലേ? അത് തന്നെ. എന്നാ നമുക്ക് വെറുതെ ഒന്ന് പിണങ്ങിയാലേ? അല്ല, അത് ചുമ്മാ ഒരു നമ്പര് വെറുതെ ഒരു ദിവസം ഒന്ന് പിണങ്ങിയിരിക്കുക, പിന്നെ ഇണങ്ങുക. ഒരു ദിവസം. പക്ഷെ ഒരു ദിവസം എങ്ങനെ പിണങ്ങിയിരിക്കുമെന്ന് ആലോചിക്കുമ്പോ അതെ, അതൊരു പ്രയാസം തന്നെ. പക്ഷേ പിണക്കം കഴിഞ്ഞുള്ള ആ അടുപ്പം അത് രസം തന്നെ, അത് രസം തന്നെ. കൊള്ളാല്ലേ? അതെ, എന്നാ നമുക്ക് തുടങ്ങാം. ഒരു പിണക്കത്തിന്റെയും വഴക്കിന്റെയും എല്ലാ രീതികളും ഒരു ദിവസത്തേക്ക് വേണം കേട്ടോ. അതെ, എന്നാലേ പൂർണ്ണ പിണക്കം ആവുള്ളൂ. അപ്പം നാളെ വൈകുന്നേരം 4 മണിക്ക് നമ്മൾ പിണക്കം അവസാനിപ്പിക്കുന്നു. പക്ഷേ സൂനേട്ട, ഒരു ദിവസം നമ്മള് വിഷമിക്കരുതടി. പിണക്കത്തിൽ കണ്ണീര് പാടില്ല. ദേഷ്യം വരുത്തണം, ദേഷ്യം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ശാരദ. ശക്തിയില്ല, എനിക്കും ശക്തിയില്ല. പക്ഷെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസത്തെ പിണക്കം കഴിഞ്ഞ ശരി, നമ്മള് പിണങ്ങി കഴിഞ്ഞു. ഇവനെന്താ നാളെ പരീക്ഷ ഉണ്ടോ? ശാരദേ, ശാരദേ, സുണ, ശാരദ എവിടെ? എനിക്കറിഞ്ഞൂടാ. ആഹാ, അത് കൊള്ളാലോ. സ്വന്തം ഭാര്യ എവിടെയാണെന്ന് ഭർത്താവ് പറഞ്ഞൂടെ? എന്താ പറഞ്ഞേ? സ്വന്തം ഭാര്യയല്ലേ? അതെ. ഭാര്യ എന്ന് വെച്ചാൽ ആരാ ചേട്ടത്തി? ആരാ? ഭർത്താവ് പറയുന്നത് അനുസരിച്ച് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടാനങ്ങൾക്ക് ഒത്ത് നടക്കുന്നവൾ ആരോ അവളാണ് ഭാര്യ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അടിപൊളിന്ന് വിളിക്കരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, അടിയനോട് പൊറുക്കണം. ഞാൻ നല്ല ഭാഷയിൽ സംസാരിക്കാം. ഭവതി അല്ലെങ്കിൽ വേണ്ട, തിരുവുള്ളം അങ്ങനെ വിളിക്കാം. തിരുവുള്ളത്തിന്റെ വായിലെ ദന്ത നിരകൾ അടിയന്റെ ഹസ്തതാടനത്താൽ ഈ പ്രതലത്തിൽ പതിക്കും. പിന്നീട് ദന്തഭിഷകുരന്റെ സവിധത്തിലേക്ക് തിരുവുള്ളത്തെ ആനയിച്ച് യഥാവിധി ശസ്ത്രക്രിയാദി കർമ്മങ്ങൾ നടത്തും. എന്നോട് എങ്ങനെ സംസാരിച്ചാലുണ്ടല്ലോ, കൈ കൊണ്ട് സംസാരിക്കരുത്. സ്നേഹത്തോടെ കഴിഞ്ഞിട്ട് എന്താണ്? ചേട്ടത്തി ഇങ്ങോട്ട് മാറണം, ചേട്ടത്തി ഇങ്ങോട്ട് മാറാൻ. ഈ ഭവതിയുടെ വായിൽ കിടക്കുന്ന ദന്തനിരകൾ ഞാൻ ഈ പ്രതലത്തിൽ പതിപ്പിക്കട്ടെ. അയ്യോ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്. കാണാൻ നല്ല രസം. കൈയൊടിഞ്ഞാണ്. അതെ അതെ, നല്ല രസമുണ്ട്. പെണ്ണുങ്ങളുടെ കൈക്ക് എന്തൊരു ശക്തി. എന്താ ശാരദ ഇത്? എന്തു പറ്റി? ശരിയാവില്ല നാത്തൂനെ, ഞങ്ങൾ തമ്മിൽ പിണങ്ങി. ഏത് കാര്യത്തിനും ഒന്നിച്ചു നിൽക്കുന്ന നിങ്ങൾ തമ്മിൽ പിണങ്ങിയെന്നോ? ആ, പിണങ്ങി. അത് തന്നെ. ഓ വേണ്ട. ഓ, അണയാൻ പോകുന്ന തിരി ആളിക്കത്തുന്ന് പറയുന്നത് നേരാ. സ്നേഹം കാരണേ താജ്മഹാളോ കുത്തബ് മിനാറോ ഒക്കെ കെട്ടാൻ പോകുന്നു കേട്ടപ്പോഴേ തോന്നിയതാ എനിക്ക്. ദുശകുനമാണല്ലോ, അരുതാത്തത് എന്തോ നടക്കാൻ പോവാണല്ലോ എന്ന്. അധികമായാൽ അമൃത് വിഷമാണെന്ന് കേട്ടിട്ടില്ലേ? ഭാര്യയും ഭർത്താവും ആണെങ്കിലും ഇത്ര അനിഷ്ടം കൂടരുത്. ഉണ്ടവൻ ഉറങ്ങാൻ ധൃതി, ഉണ്ണാത്തവൻ ഉണ്ണാൻ ധൃതി എന്ന് പറഞ്ഞതുപോലെ ഇതും. സ്നേഹം കൊണ്ട് നിറഞ്ഞവർ പിണങ്ങിപ്പിരിയുന്നു. സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ടവര് കാരണവരെ കുടുംബം അടിച്ചു പിരിയണ കാര്യം പറയുമ്പോഴാണ് കളി തമാശ പറഞ്ഞോണ്ട് വെച്ചതുണ്ടല്ലോ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? മുഖത്ത് നോക്കി സംസാരിക്കാത്തവരെ സംശയിക്കണമെന്ന് പറയുമല്ലോ, അതുപോലെ ഈ മുഖം മറച്ച് നടക്കുന്നവരും. കറുത്ത കണ്ണടയും വെച്ചോണ്ടല്ലേ നടന്നു. കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തൊരോ ഒളിച്ചു പിടിച്ച് നടക്കുകയാണെന്ന്. അവളുടെ കാര്യമാണെങ്കിൽ എന്നോട് സംസാരിക്കണ്ട കേട്ടാ.
ഇതെന്ത് പറ്റി? അത് പിന്നെ എന്താ എന്താടി? എന്താണ് ഏ? ഓടി, എന്താടി? കയറ്റി വെച്ചതാണല്ലോ. അത് ശരി വീണ്ടും മത്സരം ഒരുക്കല്ലേ ശാരദേ നീ അതോട്ട് പോ സൂണ വാ ചോറ് വാ ആ, അതാ നല്ലത്. അടുത്തുണ്ടല്ലോ എന്റെ കൺട്രോള് പോവും. ആ. എനിക്കോ ദേഷ്യം വരും. കൈത്തിൽ താലിയടി കഴിഞ്ഞാലേ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഭാര്യമാര് തല കുനിച്ചോളണം. അതാ പുരുഷന്മാരുടെ പ്രത്യേകത. ദാണ്ടാ, നീ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞോ? പുരുഷന്മാരെ കുറിച്ച് പറയണ്ടല്ലോ. ഇച്ചിരി കൊമ്പുവാടി കളയും. അല്ല പിന്നെ. മിണ്ടി പോരുത് എന്നെ ഇവളെ- നീ പോടി ഇവിടുന്ന്. നിന്നെ എന്റെ കൈ കിട്ടി. വിട്ടുകൊടുക്കില്ല ഞാൻ അത്രയ്ക്കായോ കൊണ്ടു വിട്ടുകൊടുക്കില്ല. ആഹാ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കായോ ഞങ്ങളോട് പറ ശാരദ. അച്ഛേ, ഇങ്ങേരെന്ത് പെണ്ണുങ്ങളെ ഇടയിൽ കിടന്ന് വേഗണം പോവാ. വേണ്ട. എന്തേലും മക്കളെ പ്രശ്നം എന്തേലും പറ. താജ്മഹലിന്റെ കാര്യം പറഞ്ഞ് ചിരിച്ചു പിരിഞ്ഞ ആളാ ദേ പിന്നെ കാണുന്നത് ഈ അവസ്ഥയില്. ആ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കണ വല്ലതുമാണോ നടക്കുന്നത്? എന്താ നമ്മൾ വിചാരിക്കും പോലെ നടത്തിയാല്? ഇപ്പൊ ശാരദയും ഭർത്താവും തമ്മിൽ പിണങ്ങാൻ എന്താ കാരണമെന്ന് അറിയില്ല. ഏത് കാര്യമായാലും ഞാൻ ശാരദയുടെ ഭാഗത്തെ നിൽക്കും. നമ്മൾ സ്ത്രീകളെന്നും അടിമകളായി കിടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെ ആയതുകൊണ്ടാ. ഐക്യമില്ല. മരുമോളുടെ കണ്ണിന് കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മാവനല്ല അമ്മായിയാ. അപ്പോ സ്ത്രീകൾ ഒറ്റക്കെട്ടാവണം. എന്നാലേ സ്ത്രീ ജന്മത്തിന് മഹത്വം ഉണ്ടാവൂ, വിലയുണ്ടാവൂ.